അപ്പം നമ്മൾ ഉത്രാട പൂക്കളിടേണ്ട പ്രിപ്പറേഷൻസിലായിരുന്നു. ആദ്യം ഞാൻ പൂവൊക്കെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവച്ചു. സാധാരണ നമ്മൾ മുറ്റത്താണ് പൂവിടാറ്. ഇന്ന് കാലത്ത് തൊട്ട് നല്ല മഴയായതുകൊണ്ട് എന്തായാലും നമുക്ക് വരാന്തയിൽ മാത്രമേ ഇടാൻ പറ്റൂ. അപ്പോൾ ഞാൻ പയ്യെ വരാന്തയൊക്കെ ഒന്ന് വൃത്തിയാക്കി പൂവിടാൻ തുടങ്ങി. സാധാരണ ഞാൻ എപ്പോഴും റൗണ്ട് അങ്ങനെയാണ് ഇടാറ്. എനിക്ക് ഒട്ടും ക്രിയേറ്റീവ് അല്ല പൂവിടുന്നതിലൊന്നും. പക്ഷെ ഇപ്രാവശ്യം പിന്നെ ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് ഏത് ഷേപ്പാണോ തോന്നുന്നത് ആ ഷേപ്പിലേക്കൊക്കെ മാറ്റി എന്തൊക്കെയൊക്കെയോ ആക്കി. സാധാരണ അമ്മയും ഞാനും കൂടിയാണ് പൂവിടാറ്. പക്ഷെ ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോകേണ്ടത് കൊണ്ട് പോണതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണമല്ലോ. സോ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ തിരക്കിലായതുകൊണ്ട് എൻ്റെ അടുത്ത് തനിച്ചിടാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഗൈസ്, എനിക്ക് ഒരു ഐഡിയയും ഇല്ല ഞാൻ എത്രത്തോളം പൂവുണ്ട്, ആ പൂവ് വെച്ച് എന്ത് ഷേപ്പ് പറ്റും, അങ്ങനെയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയൊരു പൂക്കളത്തിൻ്റെ കോലം. പിന്നെ 9 മണിക്ക് നട അടക്കുന്നതുകൊണ്ട് ബാക്കി അച്ഛൻ ഇടാമെന്ന് പറഞ്ഞു. കണ്ട, അച്ഛൻ ഇടുന്നത് എന്നെക്കാളും ഭംഗിയായിട്ടല്ലേ. അപ്പം നമ്മൾ വരുമ്പോഴേക്ക് അച്ഛൻ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കരുവള്ളൂർ ശിവക്ഷേത്രത്തിലാണ് പോയത്. പെട്ടെന്ന് വന്നു. നമ്മൾ അമ്പലത്തിലും പോയി വന്നു. പോയിട്ടതിന് ശേഷമാണ് അമ്പലത്തിൽ പോയത്. കാലത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഉത്രാട സദ്യ പ്രിപ്പറേഷൻസാണ്. അച്ഛനും അമ്മയും എല്ലാവരും കൂടി, അമ്മമ്മ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇന്ന് നമ്മളെ വീട്ടിലാക്കുന്നത്. ഓണസദ്യ അമ്മമ്മയുടെ വീട്ടിലായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ എൻ്റെ ഒരു ഉത്രാട ദിവസം എന്തായിരിക്കും വീട്ടിലെ പരിപാടി കാണിച്ചു തരാം. പ്രത്യേകിച്ച് വലിയ പരിപാടീസൊന്നുമില്ല, വീട്ടിൽ തന്നെ ഞാൻ ഇരിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇതിലെന്താ അമ്മ പറയുന്നത് വെച്ചാൽ, ചേന തൊടുമ്പം പൊതുവെ ചിലവർക്ക് നല്ല കൈ ചൊറിച്ചിലൊക്കെ വരും. വെള്ളവും ചേനയും കൂടി മിക്സ് ആകുമ്പോഴാണ് വരാറ്. അപ്പോൾ അമ്മ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ കയ്യിലിട്ടിട്ടാണ് മുറിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു അത് എന്തിനാന്ന്. അപ്പം എന്തിനാന്നാണ് ഇത് പറഞ്ഞു തരുന്നത്. പിന്നെ പായസം ഉണ്ടാക്കുന്നത് എപ്പോഴും അച്ഛനാണ്. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് കൂട്ടുകറി. പിന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കി. പിന്നെ അമ്മ പുളിയിഞ്ചി ഉണ്ടാക്കി വീട്ടിൽ തന്നെ. പിന്നെ പെരക്ക്, ഇതിങ്ങനെ കച്ചമ്പർ എന്നൊക്കെ പറയും നമ്മൾ. പിന്നെ ക്യാബേജ് തോരനായിരുന്നു ഉണ്ടായത്. പിന്നെ നമ്മൾ അവിയലും ഉണ്ടായിരുന്നു. പായസം പാലടയായിരുന്നു ഉണ്ടായത്. അപ്പം ഇത്രയ്ക്കൊക്കെ ആയിരുന്നു നമ്മളെ ഉത്രാട സദ്യ. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം ഒരു 4 മണിയായി. നമ്മൾ 4:30 ഷോക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ARM. സോ ഞാനുണ്ട്, എൻ്റെ അനിയനുണ്ട്, പിന്നെ 2 കസിൻസും ഉണ്ട്. അപ്പോൾ പയ്യന്നൂർ സുമംഗലിയിലാണ് നമ്മൾ ഫിലിം കാണാൻ പോകുന്നത്. അപ്പോൾ ARM കാണാനായിരുന്നു പോകേണ്ടത്. 3D ആയിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു 3D ഫിലിം കാണുന്നത്. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഞാൻ കണ്ട മൈ ഡിയർ കുട്ടിച്ചാത്തനായിരുന്നു അച്ഛൻ്റെ കൂടെ. അത് കഴിഞ്ഞ് നമ്മൾ സൗദി ഷവായ പറഞ്ഞൊരു കടയുണ്ട്. ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പോകുന്ന റോഡാണ്. കിട്ടില്ലെന്നായിരുന്നു. നമ്മൾ ഷവായ മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഗ്രേപ്പിൻ്റെ ഒരു എനർജി ഡ്രിങ്ക് കൂടി കഴിച്ചു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മൾ ഉത്രാടത്തിൻ്റെ പരിപാടി. പിന്നെ നമ്മൾ വീട്ടിൽ വരുന്ന വഴി തിരുവോണത്തിനിടാൻ പൂവും കൂടി വാങ്ങിയിട്ടായിരുന്നു വീട്ടിലേക്ക് വന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് തിരുവോണമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക തിരുവോണ ദിനാശംസകൾ. അപ്പം നമ്മളിന്ന് പൂവൊക്കെ ഇട്ടു. കാലത്തെണീറ്റ് പൂവിട്ടു. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് അമ്പലത്തിൽ പോകാനൊന്നും പറ്റിയില്ല. ഇന്ന് അമ്പലത്തിൽ പോകണതൊക്കെ ലേറ്റായിട്ടായിരുന്നു പോയത്. ആൻഡ് ഇപ്പോൾ ഇത് ഞാൻ പുതിയ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. എനിക്ക് അച്ഛൻ വാങ്ങിച്ചു തന്ന പുതിയ ഡ്രസ്സാണിത്. ഒരു സിമ്പിൾ കുർത്തി. അപ്പം നമ്മൾ ചെറുതായിട്ടൊരു ഡ്രസ്സപ്പ് ചെയ്ത് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണം, ഫോട്ടോഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മഴയായതുകൊണ്ട് വലിയ മൂഡൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആസ് യൂഷ്വൽ ഓണസദ്യ അമ്മമ്മയുടെ അടുത്താണ്. അപ്പോൾ അമ്മയും മേമയും എല്ലാവരും കൂടി അവിടെ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഞാൻ അവിടെ ജസ്റ്റ് പോയി പിന്നെ വന്നു. അപ്പോൾ ഒരു കുട്ടി ഓണം വ്ളോഗായിരിക്കും ഇത്. കാര്യം പ്രത്യേകിച്ച് ഭയങ്കര ഓണം സെലിബ്രേഷൻ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഓണസദ്യ കഴിക്കും, 2-3 ഫോട്ടോസ് എടുക്കും. പിന്നെ ചിലപ്പോൾ അടുത്തുള്ള ക്ലബ്ബുകളിൽ ഓണപരിപാടി ഉണ്ടാവും, ചിലപ്പോൾ അത് കാണാൻ പോയിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് അങ്ങനെ കാണാൻ പോകും. അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാനിങ്. സോ ഞാൻ എൻ്റെ ഒരു കുട്ടി ഓണം വ്ളോഗ് കാണിച്ചത് ഗൈസ്. അപ്പോൾ നമ്മൾ ഓണം ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററാണ് ഫോട്ടോ എടുക്കുന്നത്. എൻ്റെ മിക്ക ഫോട്ടോസ് അവൾ തന്നെ എടുക്കാറ്. ഇതാണ് സാരിയാണ് എൻ്റെ കോസ്റ്റ്യൂം. അപ്പോൾ നമ്മൾ ലൈറ്റ് പോണതിന് മുന്നേ വീഡിയോ എടുത്തിട്ട് വരാം. ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്. അപ്പോൾ അവരെല്ലാം ഫുഡ് കഴിക്കാനിരുന്നുണ്ട്. നമ്മൾ പെണ്ണുങ്ങളൊക്കെ അവരെ റൗണ്ട് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് തിന്നാൻ പറ്റും. അപ്പം ഞാൻ, അമ്മ, മേമ, അമ്മമ്മ, വാവ നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഓണസദ്യ കാണണ്ടേ, അവർ കഴിക്കണത് ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ തറവാട് വീടാട്ടോ. നമ്മളെടുക്കുന്ന പൂവിട്ട് കുറച്ച് പൂവ് മാറ്റി വെക്കും. ആ പൂവാണ് നമ്മൾ ഇവിടെ ഇടാം. ഇത് അമ്മമ്മ തന്നെ ഇട്ട പൂക്കളാണ്. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ്. നോർമൽ ഒരു സദ്യക്ക് വേണ്ട ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി ഓണപ്പരിപാടിയൊക്കെ കാണാൻ പോണ വഴി ജസ്റ്റ് അവിടെ നമ്മളടുത്തൊരു മാണിയാട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് സമയം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ആദ്യം പോയത് ഹാഷ്മി എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ പ്രോഗ്രാംസ് കാണാനായിരുന്നു. അവരെന്തോ വാട്ടർ ബലൂൺ ക്യാച്ചിങ്ങോ അങ്ങനെ എന്തോ ആയിരുന്നു ഗെയിംസ് ഉണ്ടായത്. പിന്നെ നമ്മൾ സാന്ത്വന എന്ന് പറഞ്ഞൊരു ക്ലബിൻ്റെ പരിപാടി കാണാനാണ് പോയത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഗൈസ് ഇന്നത്തെ ഒരു ഓണം ദിവസം. ഇങ്ങനെയൊക്കെ ആയിരുന്നു പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.